ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവ് ഡീറ്റെയിൽ ടോക്സിലെ ഒരു ഗംഭീര ഹോട്ടലാണ്. ഇത് ഏതാ ഹോട്ടൽ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പോകെ മനസ്സിലാവും. സോ ഇന്നൊരു ഞാൻ താമസിക്കുന്ന ഹോട്ടൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഗംഭീര ഹോട്ടലാണ്. കണ്ടോ, ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് ബാക്കിത്തെ പരിചയപ്പെടാം, ബാക്കി പോകാൻ. ഓക്കെ. സോ മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ 20th ഫ്ലോറിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ ഇതിൽ ഇത്രയും 20 നിലകളുള്ളതുകൊണ്ട് തന്നെ അത്രയും റൂംസ് ഉള്ളതുകൊണ്ട് അത്രയും ലിഫ്റ്റുകളും ഉണ്ട്. ഇത് പാസഞ്ചേഴ്സ് ലിഫ്റ്റാണ്. സോ ഇതിൽ ഏത് ലിഫ്റ്റാണ് വന്നതെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കി നിൽക്കണം. എന്നാലാണ് യെസ്, ഇത് നമ്മുടെ ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. സോ ഈ ലിഫ്റ്റ് അത്രയും ഫാസ്റ്റാണ്, കാരണം ഇത്രയും ഫ്ലോറുകൾ ഇങ്ങനെ പോയി അപ്പോൾ നമുക്കങ്ങനെ 20th ഞെക്കി അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ രസമാട്ടോ. ലിഫ്റ്റിൽ നിന്ന് കാണുമ്പോഴും ഭയങ്കര വ്യൂ ആണ്, നമുക്ക് പേടിയാവില്ല. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഇട്ടിരിക്കണോണ്ട് നമുക്കൊരു നല്ല ഫീലാണ്. സോ കണ്ടില്ലേ, ഇതിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ പൊന്നു മോനെ വല്ലാത്തൊരു ഫീലാണ്. ഓരോ ഫ്ലോറായിട്ട് ഇങ്ങനെ കയറി സെക്കൻഡുകൾ കൊണ്ടാണ് ഇത് പെട്ടെന്ന് മുകളിലേക്ക് എത്തുന്നത്. അതൊരു വല്ലാത്ത ഫീല് തന്നെയായിരുന്നു കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാ നമ്മൾ 20th ഫ്ലോറിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ 6th ഫ്ലോറിൽ നിന്നാണ് ഈ 20th ഫ്ലോറിലേക്ക് എത്തിയത്. സോ ജീസാറും ചഞ്ചലും ഇവിടെ എവിടെയോ ഒരു നമ്മുടെ റെസ്റ്റോറൻ്റാണ്, ഇത് കണ്ടുപിടിക്കണം. ഒരു ബ്രിഡ്ജിലൂടെയൊക്കെ നടന്നു പോകണം എന്നാണ് അവർ പറഞ്ഞത്. സോ അവർ ഓൾറെഡി എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ബ്രിഡ്ജ്, യെസ്, ഈ ബ്രിഡ്ജിലൂടെ തന്നെയായിരിക്കും അവർ ഉദ്ദേശിച്ചത്. കണ്ടില്ലേ, ഒരു അടിപൊളി കേട്ടോ, വ്യത്യസ്തമായ ഫീലും ഒരു ലുക്ക് ആൻഡ് ഫീൽ അങ്ങനെയാണ്. ഞാൻ റൂം നമ്പർ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. സോ അവർ യെസ്, സ്പ്രെഡൊക്കെ ചെറുതാണ്. നമ്മളുടെ ടീം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എങ്ങനെയുണ്ട്? ആണോ? പക്ഷെ സ്പ്രെഡ് അത്രയൊന്നുമില്ല അല്ലേ? ഓ, രണ്ട് സ്ഥലത്തും അതെന്താണ് ഒന്ന് പറയൂ. അവിടെ വെജിറ്റേറിയനുമാണ്, ഇന്ത്യനുമാണ്. ഇത് ഫുൾ ഇത് കൂടുതലും ഒരു വെസ്റ്റേൺ കോണ്ടിനെന്റൽ സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, അവിടെ ലോബി ലെവലിൽ ലോഞ്ചും കൂടിയാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. രണ്ട് സ്ഥലത്തും അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ആ ഒരു കോട്ടും ഈ ഒരു കളർ കോമ്പിനേഷനും സ്കിന്നിൻ്റെ കളറൊക്കെ നല്ല രസമായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ജി സാർ, എൻ്റെ അമ്മോ, സാറ് വരുമ്പോൾ ഇനി സന്തോഷമായിക്കോട്ടെ. അപ്പോൾ നോക്കട്ടെ. ഇവിടെ ഒപ്പിച്ചു അല്ലേ? ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഓക്കെയാണ്. സാൽമൺ എവിടെ പോയാലും കണ്ടുപിടിക്കുക എന്നുള്ളത് ജി സാറിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇരിക്കാം. ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഇത് പച്ചയാണോ? ആണോ? എങ്ങനെയുണ്ട്? അടിപൊളിയാ. 1, 2, 3, 4 കഴിഞ്ഞ അവിടെ. അയ്യോ, ഓ, ഇത് ഓൾറെഡി ഇത്ര ഇത് അവര് അടയ്ക്കോ പരിപാടി? നാളെ മുതൽ ഇന്ത്യൻ മതി, നോ ഇംഗ്ലീഷ്. സമ്മതിക്കണ്ട. അപ്പൊ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇതൊരു ആണോ? ഇതായിരുന്നു കൂടുതൽ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഷാമ്പയിനും ഉണ്ട് രാവിലെ തന്നെ ആയിരിക്കുമല്ലോ. ഓ, ഇവിടെ ലൈവ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, ചിക്കൻ സോസേജ് ഉണ്ട്, ബേക്കൺ പോർക്ക് സോസേജ് ഉണ്ട്, പൊട്ടറ്റോ, ഗ്രിൽ ടൊമാറ്റോ എല്ലാം ഉണ്ട്. നോർമൽ സാധനങ്ങൾ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ എല്ലാ സാധനങ്ങളും. നൈസ്, ഹെവി കേട്ടോ. ഇത് നോക്കി, എന്തൊക്കെയത്, ഫുൾ ഫ്രൂട്ട്സ്, അല്ലാത്ത അസോർട്ടഡ് സലാഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ സോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ കുറേ ഷേക്സും പരിപാടികളും, ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് വാട്ടർമെലൻ, സോയ മിൽക്ക് മുതൽ ടൊമാറ്റോ ജ്യൂസ് മുതൽ മാംഗോ ജ്യൂസ്, ഫുൾ ക്രീം മിൽക്ക്, കോൾഡ് കോഫി, സ്ട്രോബെറി എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ സ്പ്രെഡ് അത്രയില്ല, നോർമൽ സ്പ്രെഡ്. ചേട്ടാ, ഇതെന്താണ്? പോസ്റ്റ് എഗ് ആണോ? പോസ്റ്റ് എഗ് ആണ്. ഓക്കെ, പോസ്റ്റ് എഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് മുട്ടയാണ്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ കഴിക്കുന്ന രീതിയുണ്ട്. ഓക്കെ, മുറിക്കുമ്പോൾ പൊട്ടാണ്ട് പാടാ. ഇതാണ് മുറിക്കുന്നത്. ഇതൊരു ഹാർഡ് ബോയിൽഡ് എഗ് ആണ്. പക്ഷെ കൊള്ളാം അല്ലേ? നല്ലതാണ്. ഇത്
എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാം. എനിക്കറിയാം. വെള്ളം തിളപ്പിക്കും. ആ എന്നിട്ട് ഈ സാധനം മുട്ട പൊട്ടിച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിലിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. വിനാഗിരി വേണ്ടേ? വിനീഗർ, കുറേ ഉപ്പ് അതൊക്കെ വേണമല്ലോ. ഞാൻ പറയും ആക്ച്വലി ഞാൻ ഇതെന്താ അറിയുമോ, ലാലേട്ടൻ ബിഗ് ബോസിൽ പഠിപ്പിച്ചായിരുന്നു കേട്ടോ. സത്യം, നാട്ടുകാർക്കറിയാം. ലാലേട്ടൻ സത്യം പുള്ളി പറഞ്ഞു, എങ്ങനെയാണ് മോനെ, ഒരു പാത്രം എടുക്കുക, വെള്ളം ഒഴിക്കുക, അതിലേക്ക് ഒരു കുറച്ച് വിനാഗിരി ഒഴിക്കുക, വിനാഗിരി ഒഴിച്ചിട്ട് ആ മുട്ട അങ്ങനെ പതുക്കെ ഒഴിക്കണം. അതെ, ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പോർക്കുണ്ട്, ഇത് സോസേജ് ഉണ്ട്, ചിക്കൻ ഗ്രിൽ ചിക്കൻ ഉണ്ട്. ഇതെന്താണ്? പനീർ പൊറാട്ട. അത് കുഴപ്പമില്ല. അയ്യോ, അത് ഷൂട്ട് ചെയ്തില്ലല്ലോ. ആക്ച്വലി പനീർ പൊറാട്ട എൻ്റെ ആവശ്യമല്ല, ഇദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ എനിക്കാണ് കിട്ടിയ പണി. താങ്ക് യു. അത് കഴിക്കണമെന്നില്ല. ആക്ച്വലി ഇവിടെ ഒരു ഷാമ്പയിനും വെച്ചിട്ടുണ്ട്. സോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഒരു ഷാമ്പയിൻ. നമ്മൾ ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓപ്പൺ ചെയ്യണത്. അങ്ങനെ ആരും മോർണിംഗ് ചിലപ്പോൾ കുടിക്കണ്ടാവില്ല. ശബ്ദം കേട്ടില്ലേ? ഗംഭീര ശബ്ദം. ഈ ഷാമ്പയിൻ ഭയങ്കര എക്സ്പെൻസീവ് ഷാമ്പയിനാണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ 5 സ്റ്റാറും കൂടി ആയതുകൊണ്ട് നല്ല എക്സ്പെൻസീവാണ്. പക്ഷേ ഇവർ നമ്മൾക്ക് വേണ്ടി മാത്രമാണ് അത് ഓപ്പൺ ചെയ്തത്. നമ്മളൊരു 1-2 ഗ്ലാസ് എടുത്തിട്ട് ആക്ച്വലി അത് ബാക്കിയാവും. കാരണം അത് പിന്നീട് അത് കുടിക്കാൻ സാധിക്കുന്ന ഒരു ഡ്രിങ്ക് അല്ല. സോ അത് വേസ്റ്റ് ആവും. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ നമുക്ക് വേണ്ടി അത് ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ ഇത് ഷാമ്പയിൻ കുടിക്കാനായിട്ട് ജി സാർ റെഡിയാണ്. സത്യത്തിൽ ഇത് ഞാനിങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചെയ്തു തന്നാണ്. താങ്ക് യു ജി സാർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കൊള്ളാല്ലേ? ഷാമ്പയിൻ തന്നെ. ഞാനും ഒന്ന് ഒരു ഷാമ്പയിൻ ടേസ്റ്റ് ചെയ്യാണ്. ഓ സൂപ്പർ, ഗംഭീരം കേട്ടോ ഷാമ്പയിൻ. കണ്ണിൽ പൊന്നിച്ച് പറഞ്ഞ പോലത്തെ ഒരു തോന്നൽ. യുവർ നെയിം? ബാബർ ഖാൻ. ബാബർ ഖാൻ. ഓ സൂപ്പർ, താങ്ക് യു സർ, താങ്ക് യു. ഓ അത് ലോക്ക്ഡ് ആണ്, അത് വേറെ എവിടെയോ ആണ് ഡോറ്. നമ്മൾ തുറക്കണുണ്ട് കഴിഞ്ഞാൽ വരും. അപ്പുറത്തൊരാളുണ്ടായിരുന്നു, ഒരാൾ അങ്ങോട്ട് പോകണ്ടായിരുന്നു. രാഷ്ട്രപതി ഭവൻ ഇവിടെ കാണാൻ പറ്റുന്നു. Morning, sir. Good morning. We just want to check the view. Is it possible? Sir, impossible, but 12 o'clock open, sir. We'll just go and take a picture and... Back side is... ആ ഇതൊരു ആക്ച്വലി 12 o'clock ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുക. സോ നമുക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം അവർ ഓപ്പൺ ആക്കി തന്നതാണ്. സൂപ്പർ. കണ്ടോ? ഇത് നമ്മളുടെ ന്യൂ പാർലമെന്റ്, അതിന്റെ ബാക്കിൽ ഓൾഡ് കാണാം. സോ കണ്ടോ, ഇതാ ഇതിൽ നോക്കിക്കോളൂ. വിസിബിലിറ്റി ഇല്ല. ഇപ്പോൾ നമ്മൾ 20th ഫ്ലോറിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള, ഡൽഹിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണിത്. എനിക്ക് കഴിക്കാൻ സാധിച്ചില്ല, അത്ര സൂപ്പറാണെന്ന് പറഞ്ഞു, കാരണം നമുക്ക് ടൈം കിട്ടിയില്ല. ഇപ്പം നമ്മൾ കയറിയത് ഇതിൻ്റെ റൂം, ഇതിൻ്റെ അവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പാർലമെൻറ്റും എല്ലാം നമുക്ക് കാണാം. പക്ഷെ ഫോഗ് ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. നമ്മളെ കൊണ്ടുവന്നത് ഇങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബാക്ക് ഗേറ്റിൽ കൂടെയാണ്. സോ അതിനൊക്കെ അവർ വലിയ സപ്പോർട്ടീവായിരുന്നു. സോ ഏതാ പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്ക് പോകെ മനസ്സിലാവും. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് നമ്മൾ ഇതിൻ്റെ ഒരു വിശാലമായ ലോബിയിലേക്കാണ്. ലോബി എന്ന് പറയുമ്പോൾ ഇത്രയും റൂംസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ചെക്ക് ഇൻസ് ഒരേ സമയം നടക്കുന്നതുകൊണ്ട് അത്ര വലിയ ഡെസ്ക്കാണ്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ടവറും ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അത്ര റൂം ഉള്ളതുകൊണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ എല്ലാ വിഭവങ്ങളും കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇന്ത്യനും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇപ്പോൾ സെൻട്രൽ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളും കണ്ടില്ല. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ 20 നിലകളിലായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന റൂം
റൂമുകൾ കിടക്കുകയാണ്. എൻ്റെ പൊന്നു മോനെ, വല്ലാത്ത ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ലിഫ്റ്റുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ തന്നെ ജെംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. ഒരുപാട് ജെംസ് മീൻസ് നമ്മളുടെ ജ്വല്ലറീസ്, നമുക്ക് പല പല ജെംസ് അവിടെ മേടിക്കാൻ കിട്ടും. ഉറപ്പായിട്ടും അത് എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളത് 100%. പക്ഷെ തുറന്നിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് അകത്ത് കയറി കാണാനായിട്ട്, കാരണം ടൈം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പാണ് ഞാൻ ഷൂട്ട് ചെയ്തത്, നമ്മളുടെ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു പരിപാടി. ഇത് കാണുന്നത് ഒരു മൺസൂൺ എന്ന് പറഞ്ഞിട്ട് പക്ക ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ഇന്ത്യൻ വിഭവങ്ങളാണ് കിട്ടുക, എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നീറോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബാറുണ്ട്. അതൊരു എക്സിക്യൂട്ടീവ് ബാറാണ്, ഭയങ്കര പോഷായിട്ടുള്ളൊരു ബാറാണ്. അതും അടിപൊളിയായിരുന്നു. സോ അത് ഗംഭീരം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ഇതെല്ലാം കണ്ടതിന് ശേഷം അവിടെ ഒരു ചെറിയ വരുന്ന വഴിക്ക് നമുക്കൊരു ചെറിയൊരു കോഫി ഷോപ്പല്ല, ഒരു തട്ടുകട പോലത്തെ ഒരു ഉന്തുവണ്ടി വെച്ചിരുന്നു. ശരിക്കും അത് ഗ്രാബ് ആൻഡ് ഗോ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കത് വന്ന് എടുത്തിട്ട് പോകാം. ഇവിടെ ഈ ഡോണറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ യാക്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ഉണ്ട്. അത് ഗംഭീരമാണ്, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും ബെസ്റ്റാണ്. അതുണ്ട്, ദഹി അങ്ങനെയുള്ളതൊക്കെ വെച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലായിടത്തും എഴുതിയൊക്കെ വെച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഡൽഹിയിലുള്ള കൊനാട്ട് പ്ലേസിലുള്ള ഹെവി ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം ലേ മെറിഡിയൻ തന്നെയാണ്. ഒരു സിങ്ങിനെ കണ്ടോ, ഗംഭീരമാട്ടോ അയാളുടെ ലുക്ക്. അദ്ദേഹം ഇവിടെ വരുന്ന കാറുകളിൽ നിന്നും ഗസ്റ്റുകളെ ഇറക്കാനും ഒക്കെ ഡോർ തുറന്നു കൊടുക്കുന്നു. ഫുൾ സപ്പോർട്ടീവായിട്ട് പാർക്ക് ചെയ്യാൻ, വാലറ്റ് പാർക്കിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്ന ഒരാളാണ്. സോ അത്ര വലിയൊരു കാർ പോർച്ചാണ്. നിങ്ങൾക്കറിയാം 20 നിലകൾ എന്ന് പറയുമ്പോൾ അത്ര ഹെവിയാണ് ഹോട്ടൽ. അത്രയും റൂംസ് ഉണ്ട്. ഇപ്പം നമ്മൾ രാവിലത്തെ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ തിരക്കുകളില്ലാതെ ഒരു കാർ പോർച്ച് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ബ്രാഞ്ച് വിസിറ്റിനായിട്ട് നമ്മൾ ഡൽഹിയിലേക്ക് പോകാനായിട്ട് ജീസാറും ചഞ്ചലും എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒരു വലിയ എന്താ പറയണേ, ഒരു തന്തൂരിയും അടുപ്പുകളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ വലിയ വലിയ കല്യാണങ്ങളൊക്കെ നടക്കും കേട്ടോ. ഇതിൻ്റെ താഴെ ബാങ്കറ്റ് ഹാളിൽ വലിയ ബാങ്കറ്റ് ഹാൾസ് ആണ് ഇഷ്ടം പോലെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ബ്രാഞ്ച് വിസിറ്റിന് പോവുകയാണ്. ഇനിയുള്ള എപ്പിസോഡുകൾ ഗംഭീര എപ്പിസോഡുകളാണ് കേട്ടോ. നമ്മുടെ മീഡിയ പ്രസ് മീറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ്. സോ അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് ഡൽഹിയിലെ ഒരുപാട് രസകരമായിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലേ മെറിഡിയനിലെ വിശേഷങ്ങളാണ്. ഇനി നേരെ ഡൽഹിയിലേക്ക് കറങ്ങാനല്ല, ബ്രാഞ്ച് വിസിറ്റിനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡി ടെയിൽ ടോക്സിലെ ഡൽഹി എപ്പിസോഡ്സ് ആണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.